ലഡാക്ക്, പ്രകൃതിയുടെ അത്ഭുത ലോകം. എന്നാൽ ഈ മനോഹര ഭൂമി ഇന്നൊരു വലിയ പോരാട്ടത്തിന്റെ വേദിയാണ്. ലഡാക്കിലെ യുവാക്കൾ തെരുവിലാണ്. അവരുടെ ആവശ്യം ലളിതമാണ്, എന്നാൽ ശക്തമാണ്. ലഡാക്കിന് സംസ്ഥാന പദവി വേണം. ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂൾ പ്രകാരമുള്ള സംരക്ഷണം വേണം. ജനാധിപത്യപരമായ അവകാശങ്ങൾക്കും സ്വയംഭരണത്തിനും വേണ്ടി അവർ സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നു. ലഡാക്കിന്റെ തനത് സംസ്കാരം, ഭൂമി, ജനങ്ങളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂൾ കൂടിയേ തീരൂ എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. തൊഴിലില്ലായ്മ, പരിസ്ഥിതി നാശം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ എന്നിവ അവരെ ആശങ്കയിലാഴ്ത്തുന്നു. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ ആവശ്യങ്ങൾ അനിവാര്യമാണെന്ന് അവർ കരുതുന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭം വലിയ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ നിരാഹാര സമരങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. സോനം വാങ്ചുക്ക് ഒരു ഇന്ത്യൻ എഞ്ചിനീയറും ഇന്നൊവേറ്ററും വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമാണ്. അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ലഡാക്ക് മേഖലയിലെ വിദ്യാഭ്യാസത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടുത്താൻ അദ്ദേഹം 1988 സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന സംഘടന സ്ഥാപിച്ചു. ഈ സംഘടനയിലൂടെ അവിടുത്തെ പരമ്പരാഗതമായ അധ്യയന രീതികളെ മാറ്റി പുതിയ സമീപനങ്ങൾ കൊണ്ടുവന്നു. 3 ഇഡിയറ്റ്സ് എന്ന സിനിമയിലെ ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രത്തിന് പ്രചോദനമായത് സോനം വാങ്ചുക്കിന്റെ ജീവിതമാണ്. ലഡാക്കിലെ വരണ്ട കാലാവസ്ഥയിൽ ജലക്ഷാമം നേരിടാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു നൂതന കണ്ടുപിടുത്തമാണ് ഐസ് സ്തൂപം. മഞ്ഞുകാലത്ത് വെള്ളം സംഭരിച്ച് വലിയ കോണാകൃതിയിലുള്ള മഞ്ഞുമലകളായി മാറ്റുകയും വേനൽക്കാലത്ത് ഇവ ഉരുകി കാർഷികാവശ്യങ്ങൾക്കായി വെള്ളം ലഭ്യമാക്കുകയും ചെയ്യുന്നു. ലഡാക്കിന്റെ ദുർബലമായ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ അദ്ദേഹം നിരന്തരമായി ശബ്ദമുയർത്തുന്നു. ലഡാക്കിന് ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂൾ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം നിരാഹാര സമരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. സോനം വാങ്ചുക്കിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിരവധി ദേശീയ, അന്തർദേശീയ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2018 അദ്ദേഹത്തിന് റമോൺ മാഗ്സസെ അവാർഡ് ലഭിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്. ലഡാക്കിന്റെ സംസ്കാരത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരം പോരാടുന്ന ഒരു നേതാവാണ് സോനം വാങ്ചുക്ക്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ലഡാക്കിലെ യുവാക്കൾക്ക് വലിയ പ്രചോദനമാണ്.